ഇത് പുത്തുമലയാണ്. പുത്തുമല കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായ ഉരുൾപൊട്ടൽ ആ മലയിൽ നിന്ന് പൊട്ടി വന്ന് ഇവിടെയൊക്കെ ഒലിച്ചു പോയ സ്ഥലമാണ് ഇത് കാണുന്നത്. പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇപ്പം രണ്ടാമത്തെ ദുരന്തം ഉണ്ടായത്. ഓക്കെ ഗൈസ്, ഇതാണ് പുത്തുമല. ഓക്കെ, ഉരുൾപൊട്ടിയ സ്ഥലത്താണുള്ളത്. അവിടത്തേക്ക് എത്താറായി ഏകദേശം. ആ സ്ഥലങ്ങളിൽ എത്തുന്നതിൻ്റെ മുമ്പ് അങ്ങോട്ട് വാഹനങ്ങളൊന്നും പോകാൻ പറ്റില്ല. 2 ഭാഗം വാഹനം തടഞ്ഞിരിക്കുകയാണ്. ആ സ്ഥലത്താണുള്ളത്. അവിടേക്ക് എത്താറായി. ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. സേനേൻ്റെ ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. വിവിധ തരം സംഘടനകളൊക്കെ രക്ഷാപ്രവർത്തനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഹെലികോപ്റ്റർ വന്ന് അവിടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ മനുഷ്യർക്ക് അങ്ങോട്ട് കിടക്കാനും അങ്ങോട്ട് എത്തിപ്പെടാനും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പറയുന്നത്. ആ സ്ഥലത്തേക്ക് എത്തുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഏരിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങാൻ പോകുന്നത്. ഹെലികോപ്റ്റർ വന്നിട്ട് സേന ഇറങ്ങാൻ പോവാണ് ഈ സ്ഥലത്തേക്ക്. മനുഷ്യർക്ക് കടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടത്തേക്ക് സേന ഇറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. സേന ഹെലികോപ്റ്റർ താഴോട്ട് ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ താഴെ ആയിക്കൊണ്ടേയിരിക്കുക. ദുരന്തം നടന്ന സ്ഥലമാണുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററും ജനങ്ങളും രക്ഷാപ്രവർത്തകരും ഉള്ളതിനെ കൊണ്ട് ഈ മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ മലയായിരുന്നു. ആ മല അവിടെ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അവിടെ വെള്ളമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് അലൗഡില്ല. ഇവിടേക്ക് ഈ ചളിയും ഈ വെള്ളവും ഈ ചളിയൊക്കെ ഇവിടെ ഈ ഉരുൾപൊട്ടലിനോട് അനുബന്ധിച്ച് ഒലിച്ചു വന്ന സംഭവമാണ് സാർ. ഇപ്പം ബോഡി ഓരോന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ബോഡിയും കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഇപ്പോൾ വൈകുന്നേരം സമയമായി. എന്നിട്ടും ഇടായി തുടങ്ങി. എന്നിട്ടും ബോഡി ഓരോന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ബോഡി കിട്ടുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടുന്നൊക്കെ ഇതിലേക്ക് ഉരുൾപൊട്ടലിനോട് അനുബന്ധിച്ച് ഫുള്ള് ചെടിയും വെള്ളവും തന്നെയാണ്. ഇതൊക്കെ റോഡായിരുന്നു. ഇതിൻ്റെ അടുത്തേക്ക് തൊട്ടടുത്തേക്ക് ഒരു ടൗണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആർക്കും പോകാൻ പറ്റില്ല. ഇപ്പം മനുഷ്യന് കിടക്കാൻ പറ്റാത്തതിനെ കൊണ്ടും നല്ല കുത്തി ഒഴിച്ച് വെള്ളം അതിനെ കൊണ്ടും സൈന്യം തന്നെ ഹെലികോപ്റ്ററിൽ വന്നിരിക്കുകയാണ്.